ഹേ ഓൾ വേൾഡ് ഓഫ് ഫാദറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താ, നാട്ടിലൊക്കെ മഴയാണല്ലേ, വെള്ളമെല്ലാം കയറി, നമ്മൾ ന്യൂസ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും വെള്ളം കയറി കേട്ടോ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ പിന്നെ തിരുവല്ല ഓതറയിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിലും വെള്ളമെല്ലാം കയറി. അച്ഛനും അമ്മയൊക്കെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സേഫായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. 2018 പോലെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കുറേ സർപ്രൈസുകൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ചെയ്തു തന്നു. അന്നേരം ഞാൻ ഓർത്ത് തിരിച്ച് പുള്ളിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന്. അപ്പം ഇന്ന് ഇവിടെ വാഴയില ഇരിപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇലയുടെ ഉണ്ടാക്കാനെ കൊണ്ട് വാഴയില മേടിച്ചതാണ്. അപ്പം ഞാൻ ഓർത്ത് ഒരു പൊതിച്ചോറ് കെട്ടിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ ഹസ്ബൻഡിന് സ്നേഹത്തോടെ നമുക്കൊരു പൊതിച്ചോറ് തയ്യാറാക്കാം. ചോറ് ഞാൻ ഓൾറെഡി വെച്ച് കേട്ടോ. ചോറ് വെച്ചു. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അതിനുള്ള കറികൾ വേണം. ചോറ് രാവിലെ വെച്ചെന്ന് പറഞ്ഞാൽ ബ്രദറിന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള, ഞാൻ ഒരുപാട് കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ. ഒരു ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി, പിന്നെ ഒരു പയറുതോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നു, പിന്നെ മീൻ വറുത്തത്, മുട്ട, പിന്നെ അച്ചാർ, പിന്നെ ചമ്മന്തിയാണല്ലോ മെയിൻ. അപ്പോൾ അത്രയും ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്തു തുടങ്ങാം. പൊതിച്ചോറ് ഇഷ്ടപ്പെടാത്തവരാരല്ലേ? ഞാനാണ് എൻ്റെ ചാനലിൽ പൊതിച്ചോറിനൊരു വീഡിയോ ഇട്ടേനെ. ഏതോ ഒരുത്തം വന്നു, എന്ത് പാടേത്, ഇത് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ. ഇതൊക്കെ ഇവനൊക്കെ എനിക്കറിയത്തില്ല. മലയാളികൾക്ക് പൊതിച്ചോറെന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെ അല്ലേ? സത്യമല്ല ഞാൻ പറഞ്ഞേ. 4 മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിനി നമ്മുടെ മത്തി വറുക്കാനൊക്കെ കൊണ്ടുള്ള അരപ്പ് റെഡിയാക്കട്ടെ. ഇതിനകത്ത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നമുക്കിനി ഇതിനുള്ള അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടേ. നമുക്കിനി ഇതൊന്ന് വറുക്കാമേ. നമ്മുടെ മത്തി ഇതാ കിടന്ന് വറുന്നു. മെഴുക്ക് പുരട്ടി മത്തി ഫ്രൈ ആയി കേട്ടോ. ഇനി നമുക്ക് പയറ് മെഴുക്ക് പുരട്ടി വെക്കാം. പിന്നെ ചമ്മന്തിയും കൂടെ അരയ്ക്കാം. കോമഡി ഇതൊന്നുമില്ല. മീൻ വറുത്ത് കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലെന്തോ ഹോമം നടത്തിയെടുക്കുക. അവിടെ ഇവിടെ എല്ലാം പുക പോലെ ആവും. ഈശ്വരാ, പയറ് മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ടയും കൂടെ പൊരിച്ചാൽ മതി. മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറിൻ്റെ ഐറ്റംസൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മുട്ട പൊരിക്കാൻ വെച്ചു. നല്ല പാട്ടു കേട്ടോ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ബുദ്ധിയാണ്. ഇത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പൊതിച്ചോറിൽ വെക്കാനുള്ളത്. ഇത് ചമ്മന്തി ഇവിടെ ഉണ്ട്, അച്ചാറുകൾ ഇതായിരിക്കുന്നത്. അപ്പം ഓരോരോ പാത്രത്തിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു വലിയ പാത്രത്തിൽ ഇത്ര എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുത്ത് വെക്കാമല്ലോ. എനിക്കാണെങ്കിൽ ഇവിടെ സ്പേസും കുറവാണ്. ചോറ് വെച്ചിട്ടേ ഇങ്ങനൊന്ന് ഒതുക്കി കൊടുക്കണേ. ചമ്മന്തി എടുക്കാം. ചമ്മന്തി ഞാൻ ഉരുട്ടുന്നില്ല കേട്ടോ, കാരണം മിക്സിക്കകത്ത് അരച്ചയായോണ്ട് ഞാൻ ഉരുട്ടുന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുവാണ്. സർപ്രൈസ് ആവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ പൊതിച്ചോറ് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതിച്ചോറ്. ഞാൻ ഇച്ചിരി മെഴുക്ക് പുരട്ടി വെച്ചു. അച്ഛന് സർപ്രൈസായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കുക അമ്മ. നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി വെച്ചു. ഇനി നമുക്ക് ഒരു മത്തി വറുത്തത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അച്ചാർ ഐറ്റംസ് എല്ലാം കൂടെ എടുക്കാമേ. കൈയൊന്ന് കഴുകണേ. എനിക്ക് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അന്നേരം ഞാൻ പോയി ഒരു 56 പ്രാവശ്യം കൈ കഴുകും. മാങ്ങാച്ചാർ ഇഷ്ടം കേട്ടോ, പക്ഷേ നമ്മുടെ നാരങ്ങ അച്ചാർ കഴിക്കത്തില്ല. ഇച്ചിരി മാങ്ങാച്ചാർ വെച്ചു. എൻ്റെ മോനും ഇഷ്ടമല്ല കേട്ടോ മാങ്ങാച്ചാർ. ഇനി നമുക്ക് ഫോൺ ആട്ടല്ലേ നമുക്കിനി നെല്ലിക്ക അച്ചാറാ ഇഷ്ടം ആണോ? നമുക്കിച്ചിരി നെല്ലിക്ക അച്ചാർ വെക്കാം. ഇനി നമുക്ക് മീനച്ചാർ. കുഴപ്പമില്ല. മീനച്ചാർ. ഈ ഒരു 2 കഷ്ണം മീൻ വെച്ച് കൊടുക്കാം കേട്ടോ, കാരണം മീനച്ചാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ഒരുപോലെ. ഇനി എന്താണ്, ഇനി ലാസ്റ്റ് നമുക്ക് നമ്മുടെ മുട്ട പൊരിച്ചതൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇല അങ്ങ് പൊതിയാട്ടോ. അതെ, ഇതുപോലായിട്ട് നമ്മൾ
ന്യൂസ് പേപ്പർ വെച്ച് നമ്മളങ്ങ് പറയാം. അതെ 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 അതെ. ഇവിടെ പൊതിയൊക്കെ നോർമലി നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ പൊതിയൊക്കെ കെട്ടുന്നത് ചേട്ടായി തന്നെ കേട്ടോ. അപ്പം ദേ നമ്മുടെ പൊതിച്ചോറ് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇഷ്ടപ്പെടും, കാരണം പൊതിച്ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടായിക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് എന്നെ സർപ്രൈസ് ചെയ്തപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ. നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്നവർക്ക് നമ്മൾ അത്രത്തോളം സ്നേഹത്തോടെ ഒരു പൊതിച്ചോറ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഉച്ചയ്ക്ക് വരുമ്പോഴത്തേനും ഇത് കാണുമ്പോൾ ഉള്ള റിയാക്ഷനും തിരിച്ചുള്ള എന്താണ് എന്നോട് പറയുന്നതെന്നൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഉച്ചയായ കേട്ടോ, നമ്മുടെ പൊതിച്ചോറ് കഴിക്കാനുള്ള ആൾ ഇത് താഴെ വന്നിട്ടുണ്ട്. ഇപ്പം കയറി വരെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. വെറുതെ വിളമ്പാം. എടുക്കാം, അവിടെ നില്ല്. സത്യം പറഞ്ഞ ചോറ് വെച്ചില്ലെന്ന് പോയല്ലോ. നോക്കട്ടെ, അയക്ക്. അതൊന്നും ഞാൻ പറയത്തില്ല. ചേട്ടായി കഴിക്കണം. ചേട്ടായി എടുക്ക്, തുറക്ക്. ഇല പൊട്ടാതെ നോക്കണം കേട്ടോ. അതേ എടുക്കുന്നുണ്ടല്ലോ. മത്തി വറുത്ത്, മീനച്ചാറ് എടുക്കാം. മീനെടുക്കാം, മുട്ട എടുക്കാം. ഓക്കെ, ഓക്കെ. ഒരു പിടി പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. അപ്പോൾ ചേട്ടായി എങ്ങനെയുണ്ട്? ചേട്ടായി ദേ നോക്ക്, അടിപൊളിയാ. അപ്പം ഇനി ഞാനും കഴിക്കട്ടെ. ഞാനും ഒരു പൊതി എനിക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ കഴിക്കട്ടെ. കൊള്ളാവോ? താങ്ക് യു. കൊള്ളാവോ? ഞാൻ രാവിലെ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴും റെഡിയാക്കി വെച്ചതാണ്. എന്നാലല്ലേ നമുക്ക് ആ ഒരു കഴിക്കുമ്പോൾ ആ ഒരു ഇലയുടെയൊക്കെ ഒരു ഇത് കിട്ടത്തുള്ളൂ, സ്മെല്ലും എല്ലാം കൂടെ നമുക്ക് കിട്ടത്തുള്ളൂ. റെഡിയാക്കി ഉണ്ടോ? അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. നമുക്കിനി ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നത് എൻ്റെ സർപ്രൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ എൻ്റെ സർപ്രൈസ്? വയറ് നിറഞ്ഞു, ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു പൊതിച്ചോറ്, ഒരു സർപ്രൈസ് പൊതിച്ചോറ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നും നിങ്ങളോടൊപ്പം സ്നേഹത്തോടെ വേൾഡ് ഓഫ് ഫാദർ. ബൈ.